നമ്മുടെ വൈപ്പിലേ വിശേഷങ്ങളൊക്കെ പറയാൻ നേരത്ത് നമ്മുടെ വളപ്പ് ബീച്ച് കഴിഞ്ഞിട്ട് ഒരു ചാപ്പക്കടവിലേക്ക് എത്തണേക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു 80 രൂപ കൊടുത്താൽ ഒരു പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ബീച്ച് കാണാം. ഇവിടെയാണ് നമ്മുടെ യുവമിഥുനം തൊട്ട് എല്ലാവരും വരും. അവിടെ ഒരു കൂൾ ബാർ ബേക്കറിയൊക്കെ ഉണ്ട്. നമ്മുടെ ഷാജിയുടെ കടയാണ് കേട്ടോ, ഫാത്തിമ സ്റ്റോഴ്സ്. ഫാത്തിമ സ്റ്റോഴ്സിൻ്റെ ആളെ ഇവിടെ എങ്ങനെയുണ്ട് ഈ ബീച്ചിലെ ആൾക്കാരൊക്കെ അധികം വരാറുണ്ടോ? ഇവിടെ അടിപൊളിയാണല്ലേ? ആഹാ, ശനി ഞായർ രാത്രിയാ പകല അങ്ങനെയുണ്ടാ? അങ്ങനെയൊന്നുമില്ല, ഫുൾ ടൈമാണ്. യുവാക്കളുടെ ഒഴുക്കാണ് അല്ലേ? ആ യുവാക്കളല്ല അല്ലേ? കവിതാക്കൾ അല്ലേ? എല്ലാ ലവേഴ്സും ഇവിടെയാണ് വന്നത് അല്ലേ? അത് ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. സൈലൻ്റ് ഏരിയയാണ്. ആർക്കും ചോദിക്കാനും പറയാനും ഒന്നും പറ്റില്ല അല്ലേ? ഇപ്പോഴത്തെ നിയമങ്ങളതാണ് അല്ലേ? അത് കാരണം യുവാക്കൾ പറന്നെത്താണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടേ പൈൻ ഫോറസ്റ്റ് തേടി വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഷാജിക്ക, മനസ്സിലായ? പുള്ളിയുടെ കടയുണ്ട്. പുള്ളി കാലത്തിവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ കുറേ കടകളുണ്ട്, ചെറിയ കടകളുണ്ട്. നമുക്ക് ബീച്ചിലേക്കല്ല, ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ വായ്പങ്കര പൊളിയാണെന്ന്, അല്ലാണ്ട് വെറുതെ അല്ല. വായ്പങ്കരയിലെ ബീച്ചും പൊളിയാണ്. ഇത് കണ്ട, ഇത് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഭാഷ് ചേട്ടൻ്റെ കടയുണ്ട്. എല്ലാവരും വന്ന് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ കടയിൽ കയറി. സുഭാഷ് ചേട്ടൻ്റെ കടയിൽ ചേച്ചിയാണ് ഇരിക്കണം. ചേച്ചി, എന്തുണ്ട് വിശേഷം? ഏട്ടാ, ഇത് കണ്ട, ഈ സുഭാഷ് ചേട്ടൻ്റെ കടയിൽ നിന്ന് ആൾക്കാർ വെള്ളമൊക്കെ മേടിച്ചോളൂ ഏട്ടാ. മൊബൈൽ എടുക്കല്ലേ എന്ന് ആ ചേച്ചി പറഞ്ഞു, മനസ്സിലായോ? അപ്പം നമുക്ക് ബീച്ച് കാണാം ഏട്ടാ. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പൈൻ ഫോറസ്റ്റ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇവിടെ കണ്ടമാനം ആൾക്കാർ നമ്മുടെ യുവമിഥുനങ്ങളെ ഇങ്ങനെ വന്ന സ്ഥലമുണ്ട്. നല്ല സൈലൻ്റ് ഏരിയ. വൈപ്പിൻകരയിൽ ഇത്ര സൈലൻറ്റും ഇത്രയും ശല്യങ്ങളും ഇല്ലാത്തൊരു ബീച്ചില്ല. അത് കാരണം എന്ത് പറ്റി? ഇവിടെ നിറച്ച് നമ്മുടെ ആൾക്കാരുടെ ഒഴുക്കാണ്. നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ കുറേ പുറത്തുനിന്ന് വന്ന എല്ലാം കവിതാക്കളാണ് കേട്ടോ എല്ലാവരും. അല്ലാണ്ട് പ്രേമിക്കണവരും പ്രേമിച്ചവരും പ്രേമിക്കപ്പെടുന്നവരും എല്ലാവരും ഈ ബീച്ച് കണ്ട് ബീച്ചിൽ വന്ന്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, നമ്മുടെ തലമുറയൊക്കെ അങ്ങനെയാണ്. ഇപ്പം ബീച്ച് കണ്ട് ആസ്വദിക്കാൻ വരും. കുറേ ആൾക്കാർ ബീച്ചിലേക്ക് വരും അല്ലേ? കണ്ടവൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ ഇവിടെ അല്ലേ? അപ്പോൾ വളപ്പ് ബീച്ചിൽ നിന്ന് പോന്നിട്ട് ചാപ്പക്കട എത്തണേക്കുമ്പോൾ പൈൻ ഫോറസ്റ്റ് ബീച്ചുണ്ട്. ഇവിടെ ആരും അങ്ങനെ വരാറുമില്ല, ഇത് നോക്കാറുമില്ല. ഇവിടെ ആരും ശല്യം ചെയ്യാനില്ല. അപ്പോൾ ഈ ലൊക്കേഷൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളപ്പിലിറങ്ങിയിട്ട് 2 കിലോമീറ്റർ 2 ചില്ലറ കിലോമീറ്റർ പോകുന്ന ഈ ബീച്ചാണ്. നല്ല സുന്ദരമായിട്ടുള്ള സൈലൻ്റ് ബീച്ചാണ് വളപ്പിൽ നിന്ന് നേരെ ഫാൽക്കൺ ബീച്ചിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു 1.25 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന ഈ പൈൻ ഫോറസ്റ്റ് ബീച്ചിലെത്താം. അപ്പോൾ വൈപ്പിൻകരയിലെ പ്രത്യേക വിശേഷങ്ങൾ എന്ന് പറയുന്ന ബീച്ചുകളാണ്. ശരിക്കും മത്സ്യബന്ധനവും ബീച്ചൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളുടെ ട്രേഡ് മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തമാണ്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ. ഇവിടെ യുവാക്കളുടെ ഒഴുക്കാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കാലത്ത് വൈകിട്ട് കുറേയൊക്കെ ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ ചേഷ്ടകളൊക്കെ കണ്ട് വഞ്ചിക്കാരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ മനം മടുത്ത് കണക്കിയിരുന്നു. കാരണം ഈ ബീച്ചിൽ ആരുമില്ല, ഒരാൾ ശല്യം ചെയ്യാനില്ല, പിടിച്ചു പറിക്കാറില്ല. അപ്പം നിങ്ങൾ വൈപ്പിൻകരയുടെ വിശേഷങ്ങളിൽ ഏറ്റവും നല്ലൊരു ബീച്ചാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ, സ്നേഹിക്കാൻ, സ്നേഹങ്ങൾ പങ്കിടാൻ വൈപ്പിൻകരയുടെ ഈ ബീച്ചിലേക്ക് വന്നാൽ, ഈ പൈൻ ഫോറസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ബേക്കറി ഉണ്ട്, ചെറിയ കടകളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കച്ചവടക്കാരുണ്ട്. അപ്പോൾ വരിക, പരമാവധി ഫോളോ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. സാധാരണക്കാരുടെ വീഡിയോ ആണ്, അല്ലാതെ പോപ്പുലറായിട്ടുള്ള വീഡിയോ അല്ല. പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്യുക. അപ്പോൾ സന്തോഷ് തേരോത്ത് എന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. സന്തോഷ് തേരോത്ത് ഫ്രം പൈപ്പിൻ എന്ന പേജും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും വൈപ്പിൻകരയുടെ വിശേഷങ്ങളിലേക്കും ബീച്ച് വിശേഷങ്ങളിലേക്കും സ്വാഗതം.